കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ചൂരൽമലയ്ക്ക് തരേണ്ട ഒരു സഹായവും അഡീഷണൽ ആയിട്ട് നൽകിയിട്ടില്ല. STRF ഫണ്ടിൽ നൽകിയിട്ടുണ്ട്. അത് 15ാം ധനകാര്യ കമ്മീഷൻ പ്രകാരം കേരളത്തിന് 291.20 കോടി രൂപ നൽകണം. അത് കേരളത്തിന്റെ അവകാശമാണ്. അത് സ്വാഭാവികമായിട്ടും നൽകിയിട്ടുണ്ടാകും. അല്ല, സ്വാഭാവികമായിട്ടും STRFന്റെ മാനദണ്ഡം അനുസരിച്ചല്ലേ ഇതിൽ കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ ഒറ്റ കാര്യം ചോദിക്കട്ടെ, വാടക വീട്ടിലാണ് ആളുകൾ താമസിക്കുന്നത് പുനരധിവാസം വരെ. ആ വാടക STRFിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? കോടതി പരിശോധിച്ചാൽ മതി. STRFിൽ നിന്ന് കൊടുക്കാനാകില്ല. അത് CMDRFിൽ നിന്നാണ് കൊടുക്കുന്നത്. 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ അടിയന്തര ധനസഹായം കൊടുത്തു. STRFിൽ നിന്ന് എത്ര കൊടുക്കാൻ പറ്റും? എത്ര കോടി കേരളത്തിലുണ്ടായാലും 5,000 ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂ. ബാക്കി 10,000-ൽ 5,000 CMDRFിൽ നിന്ന് കൊടുക്കണം. മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടിയ കാശല്ലാതെ ചൂരൽമലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല. സർക്കാരിന് ഒരു ബുദ്ധിമുട്ടില്ല. എന്ത് ബുദ്ധിമുട്ട്? STRF അനുസരിച്ച് പണം കിട്ടിയാൽ STRFന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൃത്യമായി കൊടുക്കും. അതിൽ കൊടുക്കാൻ ഒരു പ്രയാസമില്ല. വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത് കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെയല്ലല്ലോ, കണക്കുകൾ വാസ്തവമായി തന്നെയല്ലേ നമ്മൾ ഒരു അപ്രോച്ച് കോടതി? എനിക്കത് മനസ്സിലായില്ല ചോദ്യം. അതായത് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കരുതെന്നുള്ളതാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് പറയാം അതിനെക്കുറിച്ച്. ഹൈക്കോടതിയുടെ അഭിപ്രായത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പറയാം. ചൂരൽമല സഹായവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെ കോടതി ചില വിമർശനങ്ങൾ SDRFന്റെ കണക്കുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. അതിനുള്ള മറുപടി റവന്യൂ മന്ത്രി കെ രാജൻ നൽകുകയായിരുന്നു. SDRF ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് മാത്രമേ ആ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തും എന്നുള്ള കാര്യമാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നത്.